നമസ്കാരം, എല്ലാവർക്കും അൺബോക്സിംഗ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ചാനലിൽ തന്നെ ചെയ്തിരിക്കുന്ന OnePlus Open എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. ഈ ട്രിക്സ് ഈ മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിച്ച സമയത്ത് നമുക്ക് വളരെ പ്രത്യേകിച്ച് ഫോൾഡബിൾ ഡിവൈസസിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. അത്തരത്തിലുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി തരാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യം എന്ന് പറയുന്നത്, ഞാൻ ഈ സ്മാർട്ട് ഫോൺ കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളും അത് ഉപയോഗിക്കുമ്പോഴേ എനിക്ക് തോന്നിയ അനുഭൂതിയൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ. സോ ആദ്യത്തേതെന്ന് പറയുന്നത് നമുക്ക് വാൾപേപ്പർ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഓൾറെഡി നമുക്കൊരു ഷോർട്ട് കട്ട് പോലെ സെറ്റിംഗ്സിലോട്ട് പോകാണ്ട് തന്നെ നമുക്കിവിടെ പ്രസ് ആൻഡ് ഹോൾഡ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻസിലോട്ടേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് വാൾപേപ്പർ, ഐക്കൺസ്, വിഡ്ജറ്റ്, മോർ എന്നീ പറയുന്ന ഓപ്ഷൻസിലോട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യത്തെ ഉള്ളത് വാൾപേപ്പർ തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷം വാൾപേപ്പറിലോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന്, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തിരിക്കുന്ന വാൾപേപ്പർ ഡീഫോൾട്ട് ആയിട്ട് OnePlus ഓപ്പണിൽ വരുന്ന വാൾപേപ്പറാണ്. കൂടാതെ തന്നെ നമ്മൾ റീസെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന വാൾപേപ്പേഴ്സ്, കൂടാതെ തന്നെ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് വാൾപേപ്പേഴ്സ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ വാൾപേപ്പേഴ്സ് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ നമ്മൾ മോർ വാൾപേപ്പേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്കിവിടെ കാണിക്കും. പക്ഷെ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ തന്നെ ഏത് വേണമെങ്കിലും നമുക്ക് വാൾപേപ്പേഴ്സ് വളരെ ഈസിലി ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നമ്മൾ രണ്ടാമത് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഐക്കൺസിലോട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഐക്കണിൻ്റെ ബട്ടണിലോട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിലാണ് കിട്ടുക. സോ ഇവിടെ നമുക്ക് ഐക്കൺസിൻ്റെ സൈസ് ആദ്യം കാണിക്കുന്ന മേലെ എന്ന് പറയുന്ന ഐക്കൺസിൻ്റെ സൈസാണ്. നമുക്ക് ഐക്കൺസിൻ്റെ സൈസിനെ കുറക്കാനും അതേസമയം കൂട്ടാനും പറ്റും. സോ ഞാനൊരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു സൈസിലാണ് ഇപ്പോൾ ഐക്കൺസ് വെച്ചിരിക്കുന്നത്, കാരണം എനിക്ക് അതാണ് കംഫർട്ടബിൾ. സോ അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈസ് കൂട്ടണമെങ്കിൽ നമുക്ക് കൂട്ടാം. മാക്സിമം സൈസിലാണ് ഇപ്പോഴുള്ളത്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ആപ്സിൻ്റെ പേരുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിസിബിൾ ആക്കാം. നിങ്ങളത് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫേസ്ബുക്കിൻ്റെ താഴെ ഒന്നും എഴുതിയിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിൻ്റെ താഴെ ഒന്നും എഴുതിയിട്ടില്ല, ആമസോണിൻ്റെ താഴെ ഒന്നും എഴുതിയിട്ടില്ല. അതേസമയം നിങ്ങൾക്കത് വേണമെന്നാണെങ്കിൽ നിങ്ങളിതൊന്ന് ടേൺ ഓഫ് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ആപ്പിൻ്റെയും അതിൻ്റെ പേര് അവിടെ എഴുതിയിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ആപ്സിൻ്റെ നെയിംസും നിങ്ങൾക്ക് എന്താക്കാൻ വേണ്ടി നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് സൈസ് കൂട്ടാനും കുറക്കാനും വേണ്ടി പറ്റുന്നതാണ്. കൂടാതെ തന്നെ നമ്മൾ ഇത്തരത്തിൽ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ തന്നെ നമുക്ക് മെറ്റീരിയൽസിലോട്ട് നമുക്ക് പോവുകയാണെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പെബിൾ എന്ന് പറയുന്നത് ഓരോരു സൈസാണ്. ആപ്പിൻ്റെ സൈസ് ഇതൊരു ഈ ടോപ്പിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് പെബിൾ എന്നത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സൈസാണ്. ഇവൻ നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ക്രയോൺ എന്ന് പറയുന്നതും ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സൈസിലോട്ട് ആപ്സിന് മാറ്റുകയാണ്. ഇനി അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സൈസ് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഷേപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻസ്. ഇവിടെ ഒരുപാട് ഷേപ്പ്, അതായത് സ്ക്വയർ ടൈപ്പിൽ, ഹെക്സഗൺ, ഇങ്ങനെ പല ഷേപ്പിലും കാണിക്കുന്നുണ്ട്. സോ നമ്മൾ അത് ഓരോന്നും ടാപ്പ് ചെയ്യുന്നതനുസരിച്ച് അത് മാറി മാറി വരും. സോ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഇവർ കാണിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് സൈസ് നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സർക്കുലർ സൈസിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ക്വയർ ടൈപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. സോ അത്തരത്തിലുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഡ്ജറ്റാണ്. വിഡ്ജറ്റിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം വിഡ്ജറ്റ്സ് നമ്മൾ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. സോ നമുക്ക് അതിൻ്റെ അകത്ത് വിഡ്ജറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാനും പല രീതിയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഡീഫോൾട്ടായിട്ട് നമുക്കൊരു വിഡ്ജറ്റ് നമുക്ക് ഈ രൂപത്തിൽ ആഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനനുസരിച്ച് നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങളത് മാറ്റാനും മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനും വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അതുകൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മോർ എന്ന് പറയുന്ന ഓപ്ഷൻസിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഹോം സ്ക്രീൻ മോഡ്, ലോക്ക് സ്ക്രീൻ, ഹോം ലേഔട്ട്, ഐക്കൺ ഫിൽ എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. റേസ് ടു വേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. സോ അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഹോം സ്ക്രീൻ മോഡിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഡ്രോവർ മോഡിലാണ്, കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രോവർ മോഡാണ്. നിങ്ങൾക്ക് അതല്ല എങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് മോഡിലോട്ട് നിങ്ങൾക്ക് വെക്കാം. സോ സ്റ്റാൻഡേർഡ് മോഡ് മോശമാണെന്നല്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എനിക്ക് കംഫർട്ടബിൾ വരുന്നത് ഡ്രോവർ മോഡാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമുക്ക് ഈ രൂപത്തിൽ വലിച്ചു കഴിഞ്ഞാൽ പോയില്ല, പക്ഷേ ഈ രൂപത്തിലാണ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിനെ വീണ്ടും നിങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹോം സ്ക്രീൻ മോഡിലോട്ട് പോയിട്ട് ഡ്രോവർ മോഡിലോട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ രൂപത്തിൽ നിങ്ങൾക്ക് ആപ്സിലോട്ട് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അത് പേഴ്സൺ ടു പേഴ്സൺ ആണ്. ചില ആൾക്കാർക്ക് ഡ്രോവർ മോഡായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് സ്റ്റാൻഡേർഡ് മോഡായിരിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് കൂടുതൽ ആൾക്കാർക്കും ഡ്രോവർ മോഡായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടാൻ. ഇത് മെയിൻ ആയിട്ടുള്ള അത്യാവശ്യം നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഫീച്ചറിൽ ഒന്നാണ് ഇത്. ഇനി അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് സെറ്റിംഗ്സിലോട്ട് പോയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫീച്ചറാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അറ്റ് ദ ബോട്ടം ടാസ്ക് ബാർ പോലെയുള്ള ഇവിടെ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ആപ്സിലോട്ട്
സെറ്റിംഗ്സിലോട്ട് പോകാൻ വേണ്ടി പറ്റും. ക്രോം ഡീഫോൾട്ടായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്, കാരണം കൂടുതൽ സമയം ഞാൻ ക്രോമിലാണ് ഉണ്ടാവാറ്. പിന്നെ മെസ്സേജ്, ആമസോൺ പ്രൈം വീഡിയോ, ക്യാമറയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് റീസെൻറ്റ് ഫയൽ മാനേജർ എന്ന് വേണമെങ്കിൽ പറയുന്ന രൂപത്തിൽ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സോ മറ്റൊന്നുമല്ല, നമ്മൾ സെറ്റിംഗ്സിലോട്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ സെറ്റിംഗ്സിലോട്ട് മെയിൻ സ്ക്രീനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ടാസ്ക് ബാർ എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും റീസെൻറ്റ് ഫയൽ. ഞാനിത് ടേൺ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്രസ്തുത ഐക്കൺ എവിടുന്ന് പോയി എന്നാണ് അതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അതേസമയം നമ്മൾ ടേൺ ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. സോ അതാണ് റീസെൻറ്റ് ഫയൽസ് എന്ന് പറയുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. സോ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആപ്പൊക്കെ യൂസ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ പ്രൈം ഒക്കെ നമ്മൾ ഉപയോഗിച്ചു, അല്ലെങ്കിൽ നമ്മൾ നെറ്റ്ഫ്ലിക്സിലോട്ടൊക്കെ നമ്മൾ നാവിഗേറ്റ് ചെയ്ത് കുറച്ചിങ്ങനെ കാണാൻ വേണ്ടി നിൽക്കും. ആ സമയത്ത് നമുക്ക് ഈ രൂപത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ആ പ്രസ്തുത ഇതൊക്കെ ഇതിൽ അവൈലബിൾ ആയിരിക്കും. സോ ഇവിടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഇനി അതുകൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ സ്ക്രീനിലോട്ട് നമുക്ക് ടാസ്ക് ബാർ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇനി കൂടാതെ തന്നെ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സിലോട്ട് നമുക്ക് പോവുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്ന് സ്മാർട്ട് സൈഡ് ബാർ എന്ന് പറയുന്ന ഒന്നാണ്. ഇത് എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മളിത് ഇതിപ്പോൾ ടേൺ ഓഫ് ചെയ്തിരിക്കുകയാണ്. സോ ടേൺ ഓഫ് ചെയ്തതല്ല, നമ്മൾ ടേൺ ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്കൊരു ഐക്കൺ കാണാൻ വേണ്ടി പറ്റും. സോ ഈ രൂപത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചില ആപ്ലിക്കേഷൻസിലോട്ട് വളരെ ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് സ്ക്രീൻഷോട്ട്, സ്ക്രീൻ റെക്കോർഡിംഗ്, മൈ ഫയൽസിലോട്ട്, കൂടാതെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോസിലോട്ടും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് ആഡ് ചെയ്യാനും പറ്റും. സോ അങ്ങനെ നിങ്ങൾക്ക് ഇത് സെറ്റപ്പ് ചെയ്തെടുക്കും. അതായത് നമ്മുടെ ജോലി വളരെ എളുപ്പമാക്കി തരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പം ഹോം സ്ക്രീനായൊക്കെയാണ് പെട്ടെന്ന് ഇവിടെ നിന്ന് തന്നെ നാവിഗേറ്റ് ചെയ്ത് നമ്മുടെ യൂസ്ഫുൾ ആയിട്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്സിലോട്ട് വളരെ പെട്ടെന്ന് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. സോ അതാണ് 6ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. 7ാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്നെ വളരെ കൂടുതലായിട്ട് ഇതിനു മുമ്പും പല സ്മാർട്ട് ഫോണുകളിലും പല ഫോൾഡബിൾ ഡിവൈസസിലും മൾട്ടി ടാസ്കിങ് വന്നിട്ടുണ്ട്. പക്ഷേ ഒരേ സമയം 3 കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒരേ സമയം ഒരു കുഴപ്പമില്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. പക്ഷേ 2 ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ 3 ഒരേ സമയം ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഒരേ സമയം നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഈ ക്യാൻവ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. സോ അവരങ്ങനെയാണ് ഇത് വിശേഷിപ്പിക്കുന്നത്. സോ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡീഫോൾട്ട് ആയിട്ട് ഒരു നെറ്റ്ഫ്ലിക്സ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മൾ ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും അത് സ്പ്ലിറ്റായി മാറി. കൂടാതെ നമ്മളൊരു ആപ്പും കൂടി നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് നെറ്റ്ഫ്ലിക്സും റൈറ്റ് സൈഡിൽ എനിക്ക് ആമസോൺ പ്രൈമും എനിക്ക് ഒരേ സമയം എനിക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഒരേ സമയം എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഇവിടെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഇഷ്യൂസ് ഉണ്ട്. അതായത് ഞാൻ വൈഫൈയിലോട്ട് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വൈഫൈയിലോട്ട് കണക്ട് ചെയ്തു. സോ എനിക്കിപ്പം നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അറ്റ് ദ സെയിം ടൈം എനിക്ക് ആമസോൺ പ്രൈം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി കൂടാതെ തന്നെ എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് അറ്റ് ദ സെയിം ടൈം എനിക്ക് എന്തെങ്കിലും ഗൂഗിൾ ക്രോം, ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമ കാണുന്നു, ആ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നു, അതിൻ്റെ ഡയറക്ടർ ആരാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ കോ ആക്ടേഴ്സ് ആരാണെന്നും അതിൻ്റെ എന്തൊക്കെയോ അറിയണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഗൂഗിൾ ക്രോം എടുത്തിട്ട് ഈ രൂപത്തിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ഗൂഗിൾ ക്രോമിലോട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം നമുക്ക് ആമസോൺ പ്രൈമിലോട്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രൂപത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അറ്റ് എ ടൈം നമുക്ക് ഇതിവിടെ തന്നെ ഇത് സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഈ എന്താ പറയുക ഈ ക്യാൻവ ഇതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് ഈ സംഭവമാണ്. നമുക്ക് ഒരേ സമയം 2 കൂടുതലായിട്ടുള്ള മൾട്ടി ടാസ്കുകൾ അറ്റ് എ ടൈം നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. സോ ഇവിടെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എനിക്കിപ്പോൾ ഗൂഗിൾ ക്രോം അവൈലബിൾ ആണ്, ആമസോൺ പ്രൈം ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടില്ല, കൂടാതെ തന്നെ നെറ്റ്ഫ്ലിക്സ് അവൈലബിൾ ആണ്. സോ അറ്റ് എ ടൈം എനിക്ക് എൻ്റെ ഇതിനനുസരിച്ചുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. സോ ആമസോൺ പ്രൈമിൽ ഞാൻ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് വരുള്ളൂ. പക്ഷേ അത് ഞാൻ ചെയ്തിട്ടില്ല. സോ ഇവിടെ ഗൂഗിൾ ക്രോം അവൈലബിൾ ആണ്. കൂടാതെ തന്നെ നമുക്ക് ഇതിലോട്ടും നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സോ അടുത്ത കുറച്ച് ടിപ്സും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം. സോ നമുക്ക് സെറ്റിങ്സിലോട്ട് പോവാം. നമ്മളിവിടുന്ന് വാൾപേപ്പർ ആൻഡ് സ്റ്റൈലിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ വാൾപേപ്പേഴ്സ് സത്യത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ പോകുമ്പോൾ നമുക്ക് ബൈ ഡീഫോൾട്ടായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഫോണ് ടിൽറ്റ് ചെയ്ത് ഇത്തരത്തിൽ പിടിക്കുമ്പോൾ ഓക്കെ നമുക്ക് ഈ രൂപത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ വരുന്ന സംഭവം അതാണ്. പക്ഷേ ഈ രൂപത്തിലാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ളത്. ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. സോ അതിന് നമ്മൾ കൂടി ചെയ്യേണ്ടത് ഇവിടുന്ന് ഇതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ടേൺ ഓൺ ചെയ്യണം.
ശേഷം നമ്മളിവിടെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബിറ്റ് ഇമോജി, കസ്റ്റം പാറ്റേൺ, ടെക്സ്റ്റ് ആൻഡ് ഇമേജ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ക്ലോക്സും കാര്യങ്ങളും ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ബിറ്റ് ഇമോജി നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റംസ് പാറ്റേൺസിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു സംഭവം നമുക്ക് വരക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ പേര് സ്റ്റാർട്ട് വിത്ത് എസ് ആണ്. സോ എനിക്ക് ആ ഒരു ടൈപ്പിലുള്ള എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഡെക്കറേഷൻസ് ആ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നിങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പാറ്റേൺ സെറ്റപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി ഷേപ്സ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത്തരത്തിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പിന്നെ കൂടാതെ തന്നെ നമ്മൾ ടെക്സ്റ്റിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ കാണിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് ഈ പറയുന്ന ഒമോജി എന്ന സംഭവത്തിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുകയാണ്. നമുക്ക് അനുസൃതമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പർട്ടിക്കുലർ ഒമോജി അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഇത് നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ രൂപത്തിലാണ് വരുന്നത്. ഇനി അതുകൂടാതെ തന്നെ നമുക്ക് ഡിജിറ്റൽ ക്ലോക്സ് അത്തരത്തിലുള്ള സംഭവം നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ക്ലോക്സ് അത്തരത്തിലുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി വേരിയസ് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ കൂടാതെ തന്നെ നമുക്ക് അനലോഗ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അനലോഗിലും പലതും നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ രൂപത്തിലാണെങ്കിൽ എഴുതിയിട്ട് നമുക്ക് കാണിക്കുകയാണ്, അത്തരത്തിലും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ഈ ഫീച്ചേഴ്സ് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എനിക്കും തോന്നി. അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ തന്നെയാണ്. ഇനി അത് കൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോണ് ഈ രൂപത്തിലല്ലാതെ നമ്മൾ ഇങ്ങനെയും ഫോൺ ഉപയോഗിക്കും അല്ലേ. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഫോണ് ഈ രൂപത്തിലാണ് യൂസ് ചെയ്യുക. സോ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഇൻസ്റ്റാഗ്രാമിലാണെന്ന് ഞാൻ പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ട്വിറ്ററിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ പ്രസ്തുത ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ ഇതിനെ ടിൽറ്റ് ചെയ്ത് ഇത്തരത്തിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുന്നും ഈ പ്രസ്തുത സംഭവം വായിക്കണമെങ്കിൽ, ഈ രൂപത്തിൽ നിങ്ങൾക്കത് വായിക്കണമെങ്കിൽ നിങ്ങളൊരു ഓപ്ഷൻ നിങ്ങൾ സെറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. അതായത് നിങ്ങൾ എന്താ ചെയ്യുക, സെറ്റിങ്സിലോട്ട് പോവുക. നിങ്ങൾ സെറ്റിങ്സിലോട്ട് പോയതിന് ശേഷം നിങ്ങൾ മെയിൻ സ്ക്രീനിൽ പോയിട്ട് സ്ക്രീൻ സ്വിച്ചിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് സ്വൈപ്പ് അപ്പ് ടു കണ്ടിന്യൂ യൂസിങ്. അതാണ്. ഇനി ഞാൻ കംപ്ലീറ്റ്ലി ടേൺ ഓഫ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം ഞാൻ ട്വിറ്ററിലോട്ട് പോവുകയാണെങ്കിൽ എനിക്കിതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ വേണ്ടി പറ്റും. എല്ലാ ട്വീറ്റ്സും എനിക്ക് ഇവിടുന്ന് വായിക്കാനും ഇൻഫർമേഷൻസ് എടുക്കാനും വേണ്ടി പറ്റും. പക്ഷെ അറ്റ് സെയിം ടൈം ഞാനത് ടിൽറ്റ് ചെയ്ത് ഞാൻ ഈ രൂപത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ഈ പറയുന്ന റീഡിങ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് ട്വിറ്ററിൽ മാത്രമല്ല, ഈവൻ ഇൻസ്റ്റഗ്രാം, ഈവൻ നിങ്ങൾ ഗൂഗിൾ ക്രോമോ അത്തരത്തിൽ ഏത് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്തും സിമിലർ ആയിട്ട് തന്നെയാണ് നടക്കുക. സോ നിങ്ങൾ ആ ഒരു പ്രസ്തുത ഓപ്ഷൻസ് നിങ്ങൾ ടേൺ ഓൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറിയെന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് ഈ രൂപത്തിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മളൊന്നും ചെയ്യാനില്ല, മെയിൻ സ്ക്രീൻ പോവുക, സ്ക്രീൻ സ്വിച്ചിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ സെറ്റപ്പ് ചെയ്ത് വെക്കുക. സോ അതുവഴി നിങ്ങൾക്ക് അറ്റ് എ ടൈം ഈവൻ നിങ്ങൾ ഫോണ് ഫോൾഡബിൾ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. 9ാമത്തെ ഫീച്ചറാണ്. ഇനി വരുന്നത് 10ാമത്തെ ഫീച്ചറാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അതായത് നമുക്ക് മോഷൻസ് ആൻഡ് ജസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചില ആപ്ലിക്കേഷൻസിലോട്ട് വളരെ ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾ സെറ്റിങ്സിലോട്ട് പോയതിന് ശേഷം നിങ്ങൾ അഡീഷണൽ സെറ്റിങ്സിലോട്ട് പോവുക. ഇവിടെ ജസ്റ്റേഴ്സ് ആൻഡ് മോഷൻസ് എന്ന് നിങ്ങൾ കാണാം. ഇവിടെ നിങ്ങൾ സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രീൻ ഓൺ ചെയ്യാനും ടേൺ ഓഫ് വെയ്ക്ക് ചെയ്യാനും വേണ്ടി പറ്റും. അതേസമയം നിങ്ങൾ ഡ്രോ ആൻഡ് ഓ ടു ഓപ്പൺ ക്യാമറ, അത് ഡീഫോൾട്ടാണ്. നിങ്ങൾ ഓ എന്ന് പറയുന്ന സ്ക്രീനിൽ നിങ്ങളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെരി ഈസിലി ഡയറക്റ്റ്ലി ക്യാമറയിലോട്ട് പോകാനും, സെയിം ടൈം നിങ്ങൾ വി ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോർച്ച് ഓൺ ആവാനും ഓഫ് ആവാനും വേണ്ടി പറ്റും. സോ ഞാനത് കാണിച്ചു തരാം. വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പാറ്റേൺ സെറ്റ് ചെയ്യാനും കസ്റ്റമൈസ് സെറ്റ് ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ രൂപത്തിലാണ് ഫോൺ പിടിച്ചിരിക്കുന്നത്. ഞാനിപ്പം ഓ എന്നാണ് ഇവിടെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് ക്യാമറയിലോട്ട് പോയി ഇനി നിങ്ങൾക്ക് ക്യാമറ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അറ്റ് ദ സെയിം ടൈം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി നിങ്ങൾ വി ആണ് ചെയ്യുന്നതെങ്കിൽ
നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ടോർച്ച് ലൈറ്റ് ടേൺ ഓൺ ആയിരിക്കുകയാണ്. സോ സിമിലർലി നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. വി ഒന്നും കൂടി ടേൺ ഓൺ, അത് കംപ്ലീറ്റ് ആയിട്ട് ടേൺ ഓഫ് ആയിരിക്കുകയാണ്. സോ സിമിലർലി നിങ്ങൾ ഒന്നും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈസി ടു ക്യാമറയിലോട്ട് നിങ്ങൾക്ക് ഇത് നാവിഗേറ്റ് പറ്റും. സോ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില ആപ്ലിക്കേഷൻസിലോട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പ്രസ്തുത ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അഡീഷണൽ സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റേഴ്സ് ആൻഡ് മോഷൻസ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ പറയുന്ന ലോഞ്ച് അസിസ്റ്റൻറ്റ് മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ സെറ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്യാമറയാണ്. കൂടുതൽ ക്യാമറയിലോട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഈ രൂപത്തിലൊരു ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ക്യാമറയിലോട്ട് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ അത് തന്നെ വളരെയായിട്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി കൂടാതെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ഈ ബാറ്ററി അല്ലെങ്കിൽ ഇവിടെ നോട്ടിഫിക്കേഷൻസിലും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻസിൻ്റെ അകത്ത് നിങ്ങൾക്ക് വൈഫൈയിലോട്ട് നാവിഗേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പോകാൻ വേണ്ടി പറ്റും. ബ്ലൂടൂത്തിലൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ പ്രസ്സിന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. കൂടാതെ തന്നെ നമുക്കിവിടെ ടോഗിൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഈ പ്രസ്തുത 3 ഡോട്ട് മെനുവിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ടൈറ്റിൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനും ഓൾറെഡി ഉള്ളതിന് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും പറ്റും. വളരെ യൂഷ്വലായിട്ട് എല്ലാ സ്മാർട്ട് ഫോണും ഉള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചുമ്മാ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ഇവിടുന്ന് താഴെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ മൈനസ് ചെയ്ത് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാനും വേണ്ടി പറ്റും. സോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അനുസൃതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ നിങ്ങൾ 3 ഡോട്ട് മെനുവിൽ നിങ്ങൾക്ക് റീസെറ്റ് ഓപ്ഷൻസ് ഉണ്ട്. റീസെറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിനെ കൂടാതെ തന്നെ ഇരുപത്തിലാണ് നോട്ടിഫിക്കേഷൻസിലേക്ക് വരിക. ഇതിനെ കൂടാതെ തന്നെ നിങ്ങൾക്ക് ബാറ്ററിയുടെ ഐക്കൺസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാൻ വേണ്ടി പറ്റും. സോ അതിനുവേണ്ടി നിങ്ങൾ ആകെ കൂടി ചെയ്യും നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസ് ബാറിൽ ബാറ്ററിയുടെ കാര്യം മാത്രമല്ല ഒരുപാട് കാര്യം ലോക്ക് സ്ക്രീൻ ബാൻഡ് അത്തരത്തിലുള്ള കാര്യം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ തന്നെ നിങ്ങൾ സ്റ്റേറ്റസ് ബാറിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഷോ ഐക്കൺ കാണിക്കാം, നമ്പേഴ്സ് കാണിക്കാം, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. ബാറ്ററിയുടെ സൈസ്, അതായത് ബാറ്ററി ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ലൂപ്പ്, ഡു നോട്ട് ഷോ ഇത് അത് നിങ്ങൾക്ക് ഈ രൂപത്തിൽ ബാറ്ററി സെറ്റപ്പ് ചെയ്ത് എടുക്കാൻ, ലൂപ്പിലാണെങ്കിൽ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ബാറ്ററിയെ നിങ്ങൾ കാണിക്കേണ്ടതാണെങ്കിൽ ഡു നോട്ട് ഷോ എന്നുള്ള ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി കൂടാതെ തന്നെ ബാറ്ററി പെർസെൻറ്റേജിൻ്റെ അകത്ത് വരികയാണെങ്കിൽ അതായത് ഇൻസൈഡ് ബാറ്ററി ഐക്കൺ ഇത്ര പെർസെൻറ്റേജ് ആ രൂപത്തിൽ കാണിക്കാനോ ഔട്ട് സൈഡ് കാണിക്കാൻ, ഡു നോട്ട് ഷോ അത്തരത്തിൽ കാണിക്കാനൊക്കെ പറ്റും. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ ഇതിൻ്റെ അകത്ത് വരുന്ന ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ OnePlus ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള OnePlus ഓപ്പണിൽ ഞാൻ ഉപയോഗിച്ച ഈ ഒരു തക്കതായ സമയം വരെ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞ മൾട്ടി ടാസ്കിങ് തന്നെയാണ്. ക്യാൻവ മൾട്ടി ടാസ്കിങ് തന്നെയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. കാരണം ഒരേ സമയം നമുക്ക് 3 എണ്ണം അറ്റ് എ ടൈം നമുക്ക് ചെയ്യേണ്ടി പറ്റുന്നുണ്ട്. കാരണം ഞാൻ ഒരു സിറ്റുവേഷനാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ നെറ്റ്ഫ്ലിക്സിൽ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ ഡയറക്ടറിനെയും കാസ്റ്റ് ക്രൂവിനെയും സെർച്ച് ചെയ്യാൻ വേണ്ടി എനിക്ക് ക്രോം അറ്റ് എ ടൈം യൂസ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ അവരുടെ പേര് നോക്കി ഇവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റി. സോ അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. സോ എൻ്റെ ഫേവറേറ്റ് ആണ് OnePlus ഓപ്പണിലെ ഈ ഒരു ടിപ്സ്, ഈ പറയുന്ന ഓരോ ട്രിക്സും കാര്യങ്ങളൊക്കെ. സോ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യും, അതിൽ ഇതിനേക്കാളും കൂടുതലായിട്ടുള്ള ടിപ്സും ട്രിക്സും നമ്മൾ പറഞ്ഞു തരും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരും നിങ്ങളുടെ സ്വന്തം ഷഹീൻ, സൈനിങ് ഓഫ് ഫ്രം അൺബോക്സിംഗ് മച്ചാൻ. ബൈ.